ആലപ്പുഴ മെഡിക്കൽ കോളേജിനെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത്. 5 വർഷം മുൻപ് ശസ്ത്രക്രിയ നടത്തിയ യുവതിയുടെ വയറ്റിൽ നിന്നും കത്രിക കണ്ടെത്തിയിരിക്കുന്നു. വീണ്ടും മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയരുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. പുന്നപ്ര സ്വദേശിയായിട്ടുള്ള യുവതിയുടെ വയറ്റിലാണ് 5 വർഷം മുൻപ് കത്രിക കുടുങ്ങിയത്. പുന്നപ്ര സ്വദേശിയായിട്ടുള്ള ഉഷ ജോസഫിന്റെ വയറ്റിലാണ് കത്രിക കുടുങ്ങിയത്. 5 വർഷം മുൻപാണ് ഉഷ ജോസഫ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നത്. 2021 മെയ് 5-നാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും ഉഷ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയാണ് വയറ്റിൽ കത്രിക കുടുങ്ങിയിട്ടുണ്ടായിരുന്നത്. 5 വർഷം എന്ന് പറയുന്നത് നമുക്കറിയാം. 5 വർഷം വയറ്റിനുള്ളിൽ കത്രിക കുടുങ്ങുന്നു. അതികഠിനമായിട്ടുള്ള വേദന അനുഭവിച്ചു എന്നാണ് ഉഷ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ വേദനയെ തുടർന്ന് പിന്നീട് ആശുപത്രിയിലേക്ക് പോകുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ പോകുന്നു. പക്ഷേ ആ സമയത്ത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിനുശേഷം മൂത്രത്തിൽ കല്ലെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്നും മടക്കി അയച്ചുവെന്നാണ് ഉഷ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഗർഭപാത്രത്തിലെ മുഴ നീക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു 2021 മെയ് 5-ന് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്താണ് ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം വയറ്റിനുള്ളിൽ തന്നെ കത്രിക കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നീട് പലതവണയായി ആശുപത്രിയിൽ പോകുന്നു. കഠിനമായിട്ടുള്ള വേദനയെ തുടർന്ന് ആശുപത്രിയിൽ പോകുന്നു. ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും വന്ന വിശദീകരണം എന്ന് പറയുന്നത് മൂത്രത്തിൽ കല്ലാണ്, അതുകൊണ്ടാണ് ഈ വേദന അനുഭവപ്പെടുന്നത് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് ഉഷ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് കുറെ കാലമായി അതികഠിനമായിട്ടുള്ള വേദന താൻ അനുഭവിച്ചു എന്നും ഉഷ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് അടക്കം തന്നെ പോകുന്നു. അതിനുശേഷം പിന്നീട് എക്സ്റേ അടക്കം തന്നെ എടുക്കുന്നു. ഈ എക്സ്റേ എടുത്ത സമയത്താണ് വയറ്റിൽ കത്രിക കുടുങ്ങിയത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഉഷ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും വന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് തിങ്കളാഴ്ച ശസ്ത്രക്രിയ നടത്തി കത്രിക പുറത്തെടുക്കാമെന്ന് വണ്ടാനം ആശുപത്രി വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ യുവതി പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും താൻ ഇനി ആ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് പോകില്ല എന്നാണ് ഉഷ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. തനിക്ക് ഈ എക്സ്റേ എടുത്തപ്പോഴാണ് കത്രിക കുടുങ്ങിയത് താൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി വണ്ടാനത്തേക്ക് ചികിത്സയ്ക്ക് പോകില്ല എന്ന് തന്നെയാണ് യുവതി വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ തനിക്ക് ചികിത്സ ഉറപ്പാക്കി തരണം, നഷ്ടപരിഹാരം വേണമെന്നൊരു ആവശ്യവും ഉഷ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഇത് ആദ്യമായിട്ടല്ല ഒരു മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള പിഴവ് സംഭവിക്കുന്നത്. ഇതിനു മുൻപ് കോഴിക്കോട് ഇത്തരത്തിൽ ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതെല്ലാം തന്നെ നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ വീണ്ടും ഇതാ ആലപ്പുഴയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെയും യുവതിയുടെ വയറ്റിലാണ് കത്രിക കുടുങ്ങിയിരിക്കുന്നത്. ആ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കടുത്ത വേദന അനുഭവിക്കുന്നു. അതിനുശേഷമായി കുറെ കാലമായി അതികഠിനമായിട്ടുള്ള വേദന അനുഭവിക്കുന്നു. അതിനുശേഷം ആശുപത്രിയിൽ പോകുന്നു. ആശുപത്രിയിൽ ചെന്നപ്പോഴൊന്നും തന്നെ ഈ മൂത്രത്തിൽ കല്ലാണ് എന്ന് പറഞ്ഞു വിടുന്നു, തിരികെ അയക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കത്രിക കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എക്സ്റേ എടുത്തപ്പോൾ മാത്രമാണ് ഈ വയറ്റിൽ കത്രിക കുടുങ്ങിയത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നതെന്നാണ് ഉഷ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനി എന്തായാലും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ താൻ ചികിത്സയ്ക്ക് പോവില്ല. തനിക്കിനി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ഉറപ്പാക്കി തരണം, കൂടാതെ തന്നെ നഷ്ടപരിഹാരം വേണം. ഈ ഒരു ആവശ്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്.